ഇരിക്കുവാണ്. പോവാടാ. രാത്രി പോകാൻ ഇത്തിരി ലേറ്റായി പോയി. കാരണം രാവിലെ നല്ല മഴയായിരുന്നു, പുറത്തൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിരുന്നു. അതുകൊണ്ട് അവൻ എന്നെയും കാത്തിരിക്കുവാണ്. ഈ രാത്രി മാത്രമേ വിളിക്കാൻ വരാ, അധികം വിളിക്കുള്ളൂ ഇങ്ങനെ നിർബന്ധം. പകല് എൻ്റെ ഇഷ്ടത്തിനാണ് അവൻ വരാറ്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ചെറിയൊരു വെളിച്ചം കണ്ടു. രാവിലെയൊക്കെ നല്ല മഴയാണെങ്കിൽ പോലും ഇപ്പോൾ ഇച്ചിരി വെട്ടം വീണു. അങ്ങനെ എനിക്കും കൊണ്ടുപോലും ഹാപ്പിയായി. ഇനി വേണം കുറച്ച് തുണികളൊക്കെ വെയിലത്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കാൻ. പിന്നെ അവനും ഹാപ്പി, ഞാനും ഹാപ്പി. പിന്നെ റോഡിലായതുകൊണ്ടാണ് ഇങ്ങനെ തൊടൽ പിടിച്ചിരിക്കുന്നത്. അങ്ങ് തോട്ടത്തോട്ടായാൽ പിന്നെ അവനങ്ങ് ഫ്രീ ആയിട്ട് വിടും. അവനും കുറേ നാളായി ഇത്തിരി പുറത്തൊക്കെ അടിച്ചു പൊളിച്ചിറങ്ങിയിട്ട്. ഭയങ്കര വിഷമം ആളിന് ഇങ്ങനെ അധികം പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ. ഇതുപോലെ എന്ന് കുറച്ച് ദൂരം നടഞ്ഞാലും അവനും കൂടി അങ്ങ് പോകുമല്ലോ, അതവൻ കോളടിച്ചു പോയി. ഇപ്പോൾ മഴയായതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇത്തിരി വെട്ടം കണ്ടപ്പോൾ ഞാൻ അവനെ ഇഷ്ടത്തിന് വിട്ടു. എനിക്ക് അവൻ്റെ കൂടെ വീഡിയോ എടുത്ത് നടന്നാൽ മതി, അവൻ എൻ്റെ അടുത്തോട്ട് വന്നോളും. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അവ ഓടി ഓടി വരും. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കയറി വാടാ, വണ്ടി പോയിരി, വണ്ടി കയറി ഇരി, പോയിരി. എങ്ങനെ അറിയാമെന്ന് മാത്രമേ എനിക്ക് അറിഞ്ഞൂടാ, ആരും ചോദിക്കരുത്. വണ്ടി കയറി ഇരിക്കാൻ പറഞ്ഞ എൻ്റെ മുത്ത് പോയി ഇങ്ങനെ ധൈര്യമായിട്ടിരിക്കും. വീടിപ്പോൾ ഇതാണ്. ഔ മിണ്ടടി 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 എടി മിണ്ടടി എന്നെ കൊരയ്ക്കോ? പൊന്നോ. അപ്പോ ഗുണ്ടു ഞാനും വന്നത് ഇവിടെയാണ്. അവിടെ ഇവിടെ ഇല്ല. അവനും ഭക്ഷണം കൊടുക്കണം, അതാണ് മുഖ്യം. അങ്ങനെ ഞാൻ ആമിക്കും ഗുണ്ടുവിനും ഭക്ഷണം കൊടുത്തു. പിന്നെ അവൻ വണ്ടി കയറി ഇരിക്കാൻ പറഞ്ഞിട്ട് പിന്നെ പറ്റിക്കുന്നതേ ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ കയറി ഇടാമെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നതാണ്. പിന്നെ എനിക്ക് പാവം തോന്നി അവനെ കൂടി കൊണ്ടുവന്നു. പിന്നെ അവനും ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു, രണ്ടുപേർക്കും കൂടി കൊടുത്തു. അങ്ങനെ ആമിയുടെ ഒരു സന്തോഷം നോക്കി. ആമിയെ ഇപ്പം ഇങ്ങോട്ടാക്കി. പിന്നെ ഗുണ്ടുവിൻ്റെ കട്ടിൽ ഇവിടെ കൊണ്ട് കൊടുത്തു കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ കിടപ്പുണ്ട്. അപ്പം മഴയൊക്കെ വരുമ്പോൾ അവൾ കട്ടിലിൽ കിടക്കും, അല്ലെങ്കിൽ കസേര ഇരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്നത്രയേ ഉള്ളൂ.